ഒരു സിനിമാ നടൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ സാലറി കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ന്യൂസും ചർച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിൽ 2 ഇൻ്റർവ്യൂവിൽ ഞാനും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഏത് സിനിമയാണെന്ന് പറയുന്നില്ല. അത് കാരണം അവരിഞ്ഞ് കോംപ്രമൈസ് ആക്കിയോന്നും എനിക്കറിയില്ല. ഈ ഷൂട്ടിംഗ് ഫസ്റ്റ് ഈ ഷൂട്ടിങ്ങിൻ്റെ കോള് വരുന്ന സമയത്ത് പുള്ളിക്ക് ടൈഫോയിഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു പടമുണ്ട്, അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ സംസാരിക്കുന്ന സമയത്ത് പുള്ളി പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഫോൺ ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫോൺ എടുക്കുക എന്തെങ്കിലും സിനിമയുടെ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറയണം. അപ്പോൾ അങ്ങനെ ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ പനിയാന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ടൈഫോയിഡായിട്ടൊരു 10-20 ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൻ്റെ കഥ കേൾക്കലും അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മളുണ്ട്. അത് കഴിഞ്ഞ് വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇവർ എന്താണ് ഉള്ളിൽ എന്താ സംസാരിച്ച, ഇവരെന്താണ് ഇവരുടെ സാലറിനെ പറ്റിയിട്ട് എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നോട് പറയുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു ദിവസത്തിൻ്റെ സാലറി 1 ലക്ഷമാണ്. അപ്പോൾ 10-23 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്. 30 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് അന്ന് ആദ്യം പറഞ്ഞനുസരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് അറിയില്ല, പുള്ളി പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. ഇവർ 2 പേരും എന്താ സംസാരിക്കണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ 30 ദിവസത്തിന് 1 ലക്ഷം വെച്ചിട്ട് എൻ്റെ സാലറി നീ വേണ്ടതല്ലേ? എനിക്ക് തമിഴ് ഫിലിമിന് 1 ദിവസത്തിന് 2 ലക്ഷം വെച്ചിട്ടാണ് സാലറി. മലയാളം ഫിലിമിന് 1 ദിവസത്തിന് ഞാൻ ഫസ്റ്റ് ആയിട്ട് ആണ് ഷൂട്ടിംഗ് പോണത്, ഷൂട്ടിംഗ് ലൊക്കേഷന് പോണത്. ഇതിൻ്റെ സാലറിനെ പറ്റിയിട്ട് അറിയണമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. സോ ഞാൻ അങ്ങനെയാണ്, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ പുള്ളിക്ക് ഹെൽത്ത് കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഭാര്യയല്ലല്ലോ, അപ്പോൾ നമ്മളതിനെ ജസ്റ്റ് ഹോം നേഴ്സായിട്ട് കൊണ്ടുപോയതാണെന്ന് ഞാൻ മനസ്സിലാക്കണം. പുള്ളിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഇടയിൽ തീരെ വയ്യാണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളതിനെ കൊണ്ടുപോയതെന്ന് ഇപ്പോൾ മനസ്സിലാക്കണം. അന്ന് ഞാൻ വിചാരിച്ചു സ്നേഹത്തിൽ കൊണ്ടുപോയതാണ്. ഭാര്യനെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഷൂട്ടിങ്ങിനെ കൊണ്ടുപോയി കാണിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ സെലിബ്രേഷൻ ടൈം ആകുമ്പോഴേക്കും എന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറയുന്നു. എന്നെ വീട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അവിടുത്തെ പരിപാടികൾ, അപ്പോൾ ലാസ്റ്റ് ദിവസം വേണ്ടല്ലോ, ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മളതിനെ അപ്ലൈ വിട്ടു. അപ്പോൾ നമ്മളതിനെ വീട്ടിലേക്ക് ഇടയ്ക്കല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് അവിടെ നിന്നു. അവിടെ എന്താ ടോക്കിംഗ് ഉണ്ടായെന്ന് എനിക്കറിയില്ല ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞത് സാലറിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇത്തിരി ടൈറ്റിലാണ്, അതുകൊണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാം, നമ്മളെന്തായാലും തരാണ്ടിരിക്കും ബ്രോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് 2 പേർക്കും കൂടിയിട്ടുള്ള ഒരു സൂട്ട് റൂം, അതുപോലെ തന്നെ ഭക്ഷണം, പ്രൊഡക്ഷൻ എന്നുള്ള ഫുഡ്, അതുപോലെ തന്നെ എല്ലാതും നന്നായിട്ട് മെയിൻറ്റെയിൻ നന്നായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞ് ഞാൻ ഇത്ര വലിയ നടനല്ലേ, അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും, വൈഫായിട്ട് വന്നാൽ വൈഫായിട്ട് ഇത് ചെയ്യേണ്ടി വരും, അങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഓക്കെ, അങ്ങനെയാണോ സിനിമ? നമ്മൾ ആദ്യമായിട്ട് ഒരു ഷൂട്ടിങ്ങിന് പോണ, അതും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു ഫിലിമിൽ ഇയാളുടെ ഇത് എന്താണെന്നും അതുപോലെ തന്നെ ഓക്കെ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കണത്. അതിപ്പോൾ ഇത്ര സംഭവമാണോ, അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പുള്ളി പറയണതിൻ്റെ ഇത് അനുസരിച്ചിട്ടാണ്, അത് നോർമൽ തിങ് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, ഞാൻ അതൊന്നും സാലറി ആയിട്ട് ബന്ധമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. സോ അത് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡബ്ബിങ്ങിന് പോകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വയ്യായിക ആവുന്നുണ്ട്. എനിക്ക് പിന്നെ അവിടുത്തെ AC പറ്റാതെ ആവുന്നുണ്ട്. പുള്ളിക്കും വയ്യായിട്ടായിട്ടാണ് പോണത്. ഫുൾ ടൈം കള്ളു കുടിച്ചിട്ടും ബാഗിൽ കള്ളുമുപ്പൊക്കെ ആയിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോണത്. അത് വേറെ കാര്യം. അപ്പോൾ ആ പരിപാടിയുണ്ട്, എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ന്യൂമോണിയ ആയിട്ട് മാറുന്നുണ്ട്. നല്ല പനിയും വിറയലും ഇതൊക്കെ ആയിട്ട് പിന്നെ എൻ്റെ പാരൻസ് വന്നിട്ട് എന്നെ കൊണ്ടുപോകണം. ഞാൻ ഓൾറെഡി ആ കാര്യമൊക്കെ ആദ്യത്തെ വീഡിയോയിലോ 2ാമത്തെ വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 6 മാസം, അപ്പോൾ വീട്ടുകാർ ഓൾറെഡി പറഞ്ഞു, ഒന്നെങ്കിൽ നീ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ നിന്നെ പഠിക്കാൻ സമ്മതിക്കണം. ഇത് രണ്ടും പുള്ളി സമ്മതിക്കുന്നില്ല. മിനിമം നിനക്ക് വയ്യാണ്ടായാലെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ അതിനെ ഹെൽപ്പ് ചെയ്യണം. ഇതും ചെയ്യുന്നില്ല. അപ്പോൾ നീ സ്വന്തമായിട്ട് ജോലിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആണെങ്കിൽ പുള്ളി വിളിക്കുകയാണെങ്കിൽ പൊക്കോ എന്നുള്ളതിൽ പിന്നെ എൻ്റെ ന്യൂമോണിയ മാറിയപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കയറ്റിയാണ് അപ്പോൾ ചെയ്തത്. അപ്പോൾ ഒരു 6 മാസം ഞാൻ ആ ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 6 മാസം അവിടെ ഉണ്ടായിരുന്നില്ല. 6 മാസം സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ എന്ത് കാര്യങ്ങൾ നടന്നുണ്ടോ, അവരൊക്കെ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം പിന്നെ ഇടയിൽ വീണ്ടും ഞങ്ങൾ കോണ്ടാക്ട് വീണ്ടും
സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും നല്ല രീതിയിലുണ്ട്. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നെ കാണുന്നുണ്ട്. അങ്ങനെ 2-3 തവണയാകുമ്പോഴേക്കും എനിക്ക് വീണ്ടും തിരിച്ചു പോകണു. വീണ്ടും തിരിച്ചു പോയ സമയത്താണ് ഈ ഫിലിമിൻ്റെ റിലീസാവണത്. ഫിലിമിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴും ഈ മനുഷ്യനോട് ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം, ഈ കാശ് കൊടുക്കാത്ത പ്രശ്നമൊന്നും ഫിലിം റിലീസ് വരെ ആരോടും വേണ്ടിയിട്ടില്ല. ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പെട്ടെന്നൊരു ദിവസം കുറേ മീഡിയക്കാരനെ എന്ന് പറഞ്ഞാൽ ഈ കുറേ അങ്ങനത്തെ മീഡിയക്കാരനെ എന്നെ വിളിച്ച് ഇങ്ങനത്തെ ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നു. കാശ് തന്നിട്ടില്ല, പറ്റിച്ചു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല ഇത്. അപ്പോൾ എനിക്കും അറിയണ കാര്യമാണ്. കാരണം അന്ന് ചെന്നൈയിൽ വെച്ചിട്ട്, അതായത് ഇതിനു മുമ്പുള്ള സമയത്ത് കാശ് ചോദിച്ചിട്ട് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ആ സമയത്ത്, ഡബ്ബിങ് നടക്കുന്നതും ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലാന്ന് തോന്നുന്നു, സാലറി ചോദിച്ചിട്ട് അത് ഞാൻ ഇടൂലോ ബ്രോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇയാളാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിൽ ഇന്നെ പറ്റിച്ചു, എനിക്ക് കാശ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനടക്കം ആ ഫോണിന് എനിക്ക് വന്നിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങേർക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങേർക്ക് നാണം കെടാൻ വയ്യ അങ്ങനത്തെ കാശൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും. അപ്പോൾ ഇയാളുടെ കരച്ചിൽ കണ്ടിട്ട് ഞാനാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇങ്ങേര്, ഞാൻ പറഞ്ഞു കറക്റ്റ്, ചേട്ടാ ഇങ്ങേര് ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വിഷമത്തിലാണ്, അത് ശരിയാക്കാൻ സിസ്റ്റർ, ഞാൻ പുള്ളിക്ക് ഫോൺ കൊടുക്കുക, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു കോൺവെർസേഷനിൽ ഉണ്ട്. അത് കഴിഞ്ഞ് ആണ് ഇങ്ങനെ ഫിലിം റിലീസൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു കെട്ടൊക്കെ അടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് പൊന്തണത്. ഇങ്ങനെ കാശ് തന്നിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ വന്നിട്ട് ഇത് ചെയ്യണത്. അപ്പോൾ എന്നെ ഇടയിൽ പിടിച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എന്നെ പിടിക്കണത് എന്നെ പിടിച്ച് ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായി ഡബ്ബിങ് സമയത്ത്. ആക്ച്വലി ഞങ്ങൾ ഡബ്ബിങ് സമയത്ത് ഒരു ദിവസം ഡാഡിയും മമ്മിയും ആക്ച്വലി പുള്ളീനെ കാണാൻ വീട്ടിൽ, കാരണം പുള്ളിക്ക് വയ്യാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഡാഡി മമ്മിയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരെ ഡബ്ബിങ്ങിന് പോകാൻ, നിങ്ങൾ ഡബ്ബിങ് ഒന്നും കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും, അതായത് ഞാൻ ഓൾറെഡി പുള്ളിയോടൊപ്പം ഉണ്ട്, ഡാഡിനെയും മമ്മീനെയും കൂടി ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ട് എല്ലാവരും കയറി എന്ന് പറഞ്ഞിട്ട് കയറി. അപ്പോൾ അവിടെ ചെറിയ സ്ഥലമാണ്, അത്ര വലിയ സ്ഥലമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കയറാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് അതിൻ്റെ ഒരു ലൈൻ പ്രൊഡ്യൂസർ പറഞ്ഞു. അപ്പോൾ ഡാഡി അങ്ങോട്ട് മോളിക്ക് കയറിപ്പോയി, ഞാനും മമ്മിയും കയറി, പുള്ളി ഓൾറെഡി ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ ഡാഡി എവിടെയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്ര ആൾക്കാർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാശ് തരാൻ പറ്റില്ല എന്നിട്ട് ആൾക്കാരനെ തടയണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പിന്നെ ഡാഡി ആര് പറഞ്ഞു എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി മറ്റേ ആക്ടർ, അതായത് ഇതിൽ വരുന്ന മറ്റേ ആക്ടർ, അപ്പോൾ കയറിക്കും ഫാദർ ഇവിടെ ഇരുന്നു എന്നൊക്കെ, പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അതിൻ്റെ കുറേ സംഭവങ്ങളുണ്ടായി. പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് അവനെ കാശ് തരാനുള്ള ഇതില്ല, എന്നിട്ട് പിന്നെ ഈ ഇതിലൊക്കെ നമ്മളതിനെ കുറയ്ക്കാൻ നോക്കുകയാണ്, അതിലൊന്നും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെ കയറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. കേൾക്കണം, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഓഡീഷൻ അല്ല, ഡബ്ബിങ്, അതുപോലെ തന്നെ ഡബ്ബിങ് സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഈവൻ ഒരു ഫിലിമിൻ്റെ സെറ്റിലേക്ക് പോകണത് തന്നെ ആദ്യമാണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നതും ഇങ്ങനെ പോകണതും, ഇതുവരെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കാണാൻ പോലും ഞാനോ എൻ്റെ ഫാമിലിയോ ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നടൻ്റെ വൈഫായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഓക്കെ ഇതൊക്കെ പറ്റുന്നതാണ് പുള്ളി പറയുന്നുണ്ട്. പുള്ളി കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഈ കേസ്, അതായത് ഈ ന്യൂസ് ചാനലിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്ന സമയത്ത്, കാശ് തന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഇങ്ങേര് കുറേ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ നേരിട്ട് വന്ന് ഇരുത്തുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അപ്പോൾ ഞാനപ്പോൾ ഈ 6 മാസത്തെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട്. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. എന്നോട് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഒരു കാശും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പുള്ളിയെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനും കണ്ടിട്ടുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന സമയത്ത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്നും അതിൻ്റെ പോലെ തന്നെ പുള്ളി ഇടയിൽ ഈ ഫിലിമിൻ്റെ റിലീസിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച ആളാണ്. അപ്പോൾ പെട്ടെന്നൊരു കുഴപ്പമുണ്ടാവേണ്ട കാര്യം ഉണ്ടാവില്ല ശരിക്ക്. അപ്പോൾ കാശ് കിട്ടാണ്ടായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഭർത്താവിനെ ഡൗട്ട് അടിക്കണോ അല്ലെങ്കിൽ വേറെ ആളിനെ ഡൗട്ട് അടിക്കണോ? ഓൾറെഡി കുറേ കുറ്റം പറഞ്ഞ് വെച്ചിട്ടുണ്ട് അങ്ങേരെ പറ്റിയിട്ട്. സോ ഞാൻ അങ്ങനത്തെ രീതിയിൽ ഞാൻ വിചാരിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്താൽ മാത്രം മനസ്സിലാവും. ഇപ്പം എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിന്നിട്ട് ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ കാശ് തന്നായിട്ട് എനിക്കറിയില്ല എന്നും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ട് ആ പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു ബക്കാടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കാശും കൊടുത്തിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂണ ആള് ആ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് അപ്പം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ആക്ച്വലി ഈവൻ ഒരു ഇൻ്റർവ്യൂ
എന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം. ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇല്ല, നിങ്ങളുടെ ഒരു കാര്യത്തിനില്ല, കാരണം കുറേ തവണ എന്നെ പല കാര്യത്തിലും പറ്റിക്കുന്നു, ഇങ്ങനെ സംഭവത്തിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നൈറ്റ് ഇട്ടിട്ടാണ് അപ്പോൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അവർ 2 പേജ് കാണിക്കുന്നുണ്ട്. ഈ കാശ് കൊടുത്തതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ സംഭവം, അത് കുറേ വെട്ടും കുത്തൊക്കെ ഉള്ള പേപ്പറുകളാണ്, 2 പേപ്പർ കാണിക്കുന്നുണ്ട്. അതിൽ അക്കൗണ്ട് നമ്പറൊക്കെ ഉള്ള സംഭവം. അപ്പോൾ എലിസബത്തെ വന്ന് നോക്കി, ഇത് എൻ്റെ അക്കൗണ്ട് നമ്പർ അല്ലേ നോക്കി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലില്ല, നീ ജസ്റ്റ് വന്ന് നോക്കിയിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2ലും ഇങ്ങേരുടെ പേരില്ല. ഒന്നിൽ ഓൾറെഡി അതിൽ ക്യാമറമാൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇങ്ങേരുടെ പേരല്ല, അതോ ഇത് ഓൾറെഡി വേറെ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അടുത്ത അക്കൗണ്ട് നമ്പർ ഞാൻ പുള്ളിയുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഞാനാണ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തോണേ. അതുകൊണ്ട് എനിക്കറിയാം ഏത് അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തോണേന്ന്. അപ്പോൾ ഞാൻ ആ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് എടുത്തിട്ട് ഇതാ ഈ അക്കൗണ്ട് നമ്പർ അല്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഒരു മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോഴാണ് ഞാൻ പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ശ്രദ്ധിക്കണേ. അതായത് എല്ലാ സ്ക്രീൻഷോട്ടുകളും, കാശ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചത് കാണിക്കുന്നുണ്ട്. ആ സ്ക്രീൻഷോട്ടുകൾ അയച്ചത് കാണിക്കുമ്പോൾ കാണുന്നത് ഇയാളുടെ കറക്റ്റ് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഞാൻ അയച്ചു കൊടുത്ത ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറിൽ 2,90,000 സംതിങ്, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, ആ വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. കറക്റ്റ് സെയിം അക്കൗണ്ട് നമ്പർ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങേരോട് ചോദിച്ചു, അപ്പോൾ ഇതിൽ കാശ് വന്നു നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആണല്ലോ, അത് എഡിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. നിന്റെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലേ എന്ന് പുള്ളി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബാങ്കിൽ വെച്ച് ചോദിക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അപ്പോൾ പിന്നെ ക്ലിയർ ചെയ്യാലോ. അതൊന്നും ക്ലിയർ ചെയ്യണ്ട. അല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അപ്പോൾ ഇതിന്റെ ക്രെഡിബിലിറ്റി അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു നീ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ ഫോൺ എടുത്ത് ഈ ബാങ്കിലത്തെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ആളിനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ഈ 2 ലക്ഷം വന്നിട്ടുണ്ടോ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ചോദിച്ചു. ഞാൻ ഓൾറെഡി ചേട്ടനോട് വിളിച്ച് പറഞ്ഞാണല്ലോ ഓൾറെഡി 2 ലക്ഷം ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അതെങ്ങനെയോ 40,000 സംതിങ് അങ്ങനെ എന്തോ 2 സെറ്റിംഗ് ആയിട്ട് വന്നോണേന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ആ കാര്യം. എന്തായാലും കാശ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി പുള്ളിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോഴേക്കും ആ ഫോണ് പിന്നെ എൻ്റെ തട്ടി പറിക്കുക, ഒരൊറ്റ അടി. ഒരു 5 സെക്കൻഡിന് ഫുള്ള് ഗ്രേ കളറായിരുന്നു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ബെഡ്റൂമിൽ പോയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലോട് കരച്ചിൽ, നാടകീയമായ രംഗങ്ങൾ, ഡ്രാമ, കരച്ചിൽ. 10-15 മിനിറ്റിന് പുള്ളിയും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് എന്താണോ ഇനി അവളെ പോയിട്ട് ഞാനും കേസ് കൊടുത്താൽ ഇനി പ്രശ്നമാവും തോന്നുന്നു, ഞാനാന്ന് തോന്നുന്നു. പിന്നെ പുള്ളി ബെഡ്റൂമിലേക്ക് വന്നിട്ട് എന്നാലും ഈ സമയത്ത് നീ ഒറ്റയ്ക്കാക്കിയിട്ട് പറഞ്ഞത് ശരിയായില്ല, അത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ടെക്നീഷ്യന്മാർക്ക്, മേക്കപ്പ് മാന്, അവർക്കൊക്കെ ഉള്ള കാശ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാണ്, അല്ലാതെ എനിക്കുള്ള കാശല്ല. എനിക്കെന്താ 2 ലക്ഷമാണോ എൻ്റെ ശമ്പളം, എൻ്റെ ശമ്പളം എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്നെ പറ്റിച്ചതാണ്, അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശിട്ട് പറ്റിച്ചതാണ് എന്നൊക്കെ പുള്ളി. എന്നിട്ട് വേദനിച്ചോ, ഇവിടെ വീർത്തോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനും ഓക്കെ സെറ്റിൽഡായി. പക്ഷേ ഇതൊക്കെ ഒരു ഉള്ളിൽ എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് സോൾവ് ആയിട്ട് കിടന്നു. പിന്നെ എനിക്ക് തോന്നണേ ഈ ചെറുത്താൻ്റെ ഈ ഗൺ കേസിൻ്റെ ശേഷം തോന്നുന്നു ഇയാളുടെ ഒരു ഗുണ്ടാ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാരണം കുറേ ഗുണ്ടാ ഫ്രണ്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു ഗുണ്ടാ ഫ്രണ്ട് വന്നിട്ട് ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, എങ്ങനെയാ 2 ലക്ഷം അവരുടെ നിന്ന് കിട്ടിയെന്നറിയോ, എങ്ങനെയാ 2 ലക്ഷം വന്നേന്നറിയോ? 2 ലക്ഷം എങ്ങനെയാ വന്നേന്നോ? അപ്പോൾ അയാൾ ഒരു വീഡിയോ കാണിക്കണം. ഇതൊക്കെ അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടോയെന്ന് എനിക്കറിയില്ല. സോറി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. എനിക്കറിയണ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും എനിക്കറിയണ കാര്യം, എനിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പറയാത്തതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയണ സംഭവങ്ങളൊക്കെ പറയാന്നുള്ളതിലാണ് വീഡിയോ പറയണത്. സോ ഇത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ടോ അതോ എന്താണ്, നിങ്ങൾക്ക് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഫീൽ ചെയ്യണേന്നൊന്നും എനിക്കറിയില്ല. സോറി പറയണേൽ. എനിക്ക് ഒരു വീഡിയോ കാണിച്ചു തന്നു. അതായത് ഈ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിനെ ഇവര് വീട്ടിലേക്ക്, അന്ന് അമൃത ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള വീടായിരുന്നു, അവിടേക്ക് ഈ ഗുണ്ട ഇയാളിനെ എടുത്ത് തട്ടിക്കൊണ്ടുപോരോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടുപോരോ എന്താ ചെയ്തതെന്ന് അറിയില്ല. വീഡിയോയില് അയാൾക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ സെറ്റിലായില്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അടിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ടുണ്ടെന്നാണ് ഈ ആള് പറയണത്, ഈ ഗുണ്ട പറയണത്. നന്നായി ശരിക്കും കൊടുത്തു. എന്നിട്ട് ഇനി അവർ കേസ് കൊടുക്കേണ്ട വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. എല്ലാം സെറ്റല്ലേ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലോ എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് വെച്ചത് ഇനി അവര് കംപ്ലൈന്റ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചോടെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഈ ഇങ്ങനെ ഫ്രണ്ടോ ഗുണ്ടയോ എന്ന് പറഞ്ഞ ആ ഒരാള് കാണിച്ചു തന്നു.
അപ്പോൾ ദൈവമേ, ഞാൻ ഏതൊക്കെ കേസിൽ പ്രതിയാവുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തോക്ക് കേസായി, ഈ കേസായി, ഓൾറെഡി മോൺസന്റെ കേസ് ആൾക്കാർ പിന്നെ 8 മാസം മോൺസൺ കേസ് വന്നപ്പോൾ 8 മാസം ചെന്നൈയിൽ പോയി നിന്ന് പിന്നെ എല്ലാം സെറ്റിലായിട്ടാണ് പിന്നെ തിരിച്ച് കേരളത്തിൽ വന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ അതൊക്കെ മറന്നു. അപ്പോൾ അങ്ങനത്തെ പല കേസുകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആക്ച്വലി ഷോക്കായി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും പിന്നെ അധികം താമസിക്കാണ്ട് തന്നെ എന്താണ് അപ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് 2 ലക്ഷം വന്നതെന്നാണ് അയാൾ പറഞ്ഞത്. അത് ഇങ്ങനെ പറഞ്ഞല്ല. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഭയങ്കര ചിരി, അവിടെ ചിരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതായത് ഗുണ്ടായുസം നടത്തി നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എന്താണ് രാജാവിൻ്റെയോ അല്ലെങ്കിൽ രാക്ഷസിൻ്റെയോ അല്ലെങ്കിൽ ചെറുത്താൻ്റെയോ ഒരു ചിരി. അതായത് ഇവര് ഇങ്ങനെ പറഞ്ഞോണം എന്താ വെച്ചാൽ ഇങ്ങനെ അപ്പൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോണം എന്താ വെച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നെ തല്ലിക്കൊല്ലേണ്ട കാലമേ കഴിയും. പക്ഷെ എന്തായാലും പറയാം, നോർമലി അപ്പന്മാരെങ്ങനെ പഠിപ്പിക്കുക, പക്ഷെ ഇങ്ങനെ അപ്പം എന്താ പഠിപ്പിച്ചോണം ഞാൻ പറയാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക, ഈവൻ നീ ഒരാളിനെ കൊന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ നീ അപ്പം നോക്കേണ്ടത് എന്താ വെച്ചാൽ ആരുടെയിലാണ് കൂടുതൽ കാശ്. ഭാഗ്യത്തിന് നമ്മുടെ കയ്യിൽ നന്നായിട്ട് കാശുണ്ട്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാശുള്ള സ്ഥലത്താണ് നിയമം ഉണ്ടാവുള്ളൂ എന്നാണ് ഇങ്ങനെ അപ്പം ഇങ്ങനെ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞോണെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതാണ് സംഭവിക്കുള്ളൂ. കാലകാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ ജയിലിലാവേണ്ട ആളാണ് എന്നാണ് എന്നോട് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഓക്കെ, ഇന്റർറേപ്പ് കേസിന് ഞാൻ ആക്ച്വലി കേസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തോക്ക് കേസിന് ഞാൻ കേസ് കൊടുക്കണ്ട. ഞാനിവിടെ കള്ളപ്പണം വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം, ഞാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ എവിടെയാണ് ഇയാൾ കള്ളപ്പണമൊക്കെ സൂക്ഷിച്ച് വെച്ചോണേ എന്നുള്ളത് ഞാൻ ഇപ്പോഴേക്കും ഈ ഓൾറെഡി ആദ്യത്തെ വീഡിയോ വന്നപ്പോഴേക്കും അതൊക്കെ മുക്കിയിട്ടുണ്ടാവും. അതുപോലെ പല അലിഗേഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആർക്കും വേണ്ട. അപ്പം സാധാരണക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കുറ്റമുള്ളൂ. വലിയ ആൾക്കാർ വലിയ രീതിയിൽ ചെയ്യുമ്പോൾ അതൊന്നും കുറ്റമല്ല. അത് ഇത്ര ഇതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എപ്പിസോഡ് വഴി ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ആർക്കൊന്നും വേണ്ട. എന്തായാലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. എനിക്ക് 2 ഭാഗത്തിനോടും, അതായത് ഇതിൽ ഇങ്ങേർക്ക് ഡിഫെയിം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എനിക്ക് ഡിഫെയിമേഷൻ കൊടുക്കാം. മറ്റേ ആളോട് സോറി, അറിഞ്ഞിട്ടല്ല ഇതിൻ്റെ ഒപ്പം കൂട്ടുന്നത്. ഞാൻ ഇടയിൽ കുറച്ചു കാലം മിസ്സിങ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം ഞാനും ആക്ച്വലി 2 ഇന്റർവ്യൂ ഇതിനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്ന ഇൻഫർമേഷനും ഞാൻ അമിതമായിട്ടുള്ള വിശ്വാസം കൊണ്ടും പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷെ സോറി, ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സോറി പറയണം. അതുപോലെ തന്നെ ലൈൻ പ്രൊഡ്യൂസറിനോടും സോറി പറയണം. നിങ്ങളിത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊരു ഡിഫമേഷൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത് എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ്. എനിക്കിത് ഒന്നും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതും കൂടി ഞാൻ പറയാൻ തോന്നി. ബാലയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ മുൻപാരി എലിസബത്ത് ഉന്നയിച്ചിട്ടും ഇവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല.